ഒന്നാം ലോകമഹായുദ്ധകാലത്ത് കെട്ടഴിച്ചു വിട്ടതും രണ്ടാം ലോകമഹായുദ്ധത്തിനു വേണ്ടി സ്വയം വിചിത്രമാം വിധം തയ്യാറായതുമായ മനുഷ്യന്റെ മേൽ മനുഷ്യൻ കാണിച്ച ക്രൂരതകൾ നൃത്തം ചവിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് മനുഷ്യവർഗത്തിൻ്റെ വ്രണങ്ങൾ സുഖപ്പെടുത്താൻ വേണ്ടി ദൈവം അവിടുത്തെ അവതാരം എടുത്തു വരുന്നത്. ഹിംസയും നിരാശയും നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലത്ത് പ്രത്യാശയായി ഇന്ത്യ നിലകൊള്ളുന്നു. ഇന്ത്യയുടെ ഫലഭൂയിഷ്ഠമായ ആധ്യാത്മിക മണ്ണ് ലോകത്തിന് പ്രേമം, ശാന്തി, പരസ്പര ബഹുമാനം, പരസ്പരമുള്ള ശുശ്രൂഷാ മനോഭാവം എന്നീ തലങ്ങളിലേക്ക് തിരിച്ചു വരുന്ന വിധത്തിൽ മാർഗദർശനമായി നിലകൊള്ളുന്ന ഒരു ആധ്യാത്മിക രൂപത്തെ ജനിപ്പിക്കും. അങ്ങനെയാണ് ഈ ഗ്രഹത്തെ നാം രക്ഷിക്കുക. അതായത് ഭൂമി എന്ന ഗ്രഹത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ആധുനിക കാലത്ത് അറിയപ്പെടുന്ന ഒരു ആധ്യാത്മിക ചിന്തകനായ ഡോക്ടർ സ്റ്റീഫൻ റുപ്പൻതൽ പ്രസ്താവിച്ചത് ഇതാണ്: ലോകം അടുത്തു തന്നെ പൊട്ടിത്തെറിച്ചേക്കാവുന്ന നിർഭയവും ക്രൂരവുമായ ഒരു അഗ്നിപർവ്വതത്തിന് മുകളിൽ അപകടകരമാം വിധം ചേക്കേറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ദയനീയമാം വിധം കാത്തുകൊണ്ടിരിക്കുന്ന ഒരു രാമൻ്റെ, കൃഷ്ണൻ്റെ, മോശയുടെ, സൗരാഷ്ട്രയുടെ, ബുദ്ധൻ്റെ അല്ലെങ്കിൽ ഒരു യേശുവിൻ്റെ ആഗമനത്തിന് വേണ്ടി ഈ സർവനാശത്തിൽ നിന്നും മോചനം ലഭിക്കാൻ വേണ്ടിയുള്ള ഈ വിലാപത്തിനിടയിൽ ഇരുവരുടെയെല്ലാം ആത്മാവുകൾ കൊണ്ട് രൂപമാർന്ന ശ്രീ സത്യസായി ബാബ ഇവിടെ പ്രത്യക്ഷമായിരിക്കുകയാണ്. വളരെയധികം ദയാവായ്പോടെ അവിടുന്ന് ലോകത്തോട് പ്രഖ്യാപിച്ചു: ലോകാരംഭം മുതൽ മനുഷ്യൻ അറിയുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരേ ഒരു ദിവ്യത്വത്തിൻ്റെ സർവനാമങ്ങളുടെയും രൂപം തന്നെയാണ് ഈ സായി രൂപമെന്ന് അറിഞ്ഞുകൊള്ളുക. എന്താണ് പറഞ്ഞത്? ലോക ആരംഭം മുതൽ മനുഷ്യൻ അറിയുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരേ ഒരു ദിവ്യത്വത്തിൻ്റെ സർവനാമങ്ങളുടെയും രൂപം തന്നെയാണ് ഈ സായി രൂപമെന്ന് അറിഞ്ഞുകൊള്ളുക. ഓരോ ദിവ്യാസ്തിത്വവും ഓരോ ദിവ്യതത്വവും, അതായത് മനുഷ്യൻ ദൈവത്തിന് കൽപ്പിച്ച എല്ലാ നാമങ്ങളും രൂപങ്ങളും ഉൾക്കൊള്ളുന്ന ഈ മനുഷ്യരൂപം ഇവിടെ പ്രത്യക്ഷമായിരിക്കുകയാണ്. ഇത് സർവദേവതാ സ്വരൂപമാണ്. നാം ജീവിക്കുന്ന അതിഗംഭീരവും അമ്പരപ്പിക്കുന്നതുമായ ഈ പ്രപഞ്ചം ഒരേ സമയത്ത് തന്നെ ദൈവത്തിൻ്റെ മഹത്വവും നിഗൂഢതയും പ്രതിബിംബിക്കുന്ന ഒന്നാണ്. ദൈവം ഭൂമിയിൽ ഒരവതാര പുരുഷനായി വരുമ്പോൾ അതേ മഹത്വവും നിഗൂഢതയും ആ മനുഷ്യരൂപത്തിലും കാണപ്പെടും. അവിടുത്തെ മഹിമയോ നിഗൂഢതയോ അവതാര രൂപത്തിൽ പ്രത്യക്ഷീകൃതമായ നിലയിലും മനസ്സിലാക്കാൻ ചെറിയ മനുഷ്യ മനസ്സിന് സാധ്യമല്ല. ഇത്തരുണത്തിൽ ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ പ്രസ്താവന ശ്രദ്ധേയമാണ്. ഇന്നോ അല്ലെങ്കിൽ പിന്നീട് ആയിരക്കണക്കിന് വർഷങ്ങൾ അനുഷ്ഠിക്കുന്ന കടുത്ത തപസ്സുകൊണ്ടോ ആർക്കും എൻ്റെ നിഗൂഢത മനസ്സിലാക്കുവാൻ സാധ്യമല്ല. എന്നെ മനസ്സിലാക്കുവാനുള്ള പരിശ്രമത്തിൽ മുഴുവൻ മനുഷ്യവർഗവും എന്നർത്ഥം, വർഗവും ഒന്നിച്ചു ചേർന്നാൽ പോലും അത് നിഷ്ഫലമായിരിക്കും. ഒരിക്കൽ ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ വളരെ അടുത്ത ഒരു കിങ്കരൻ അവിടുത്തെ നിഗൂഢ രീതികൾ കണ്ട് സംഭ്രമിച്ച് അവിടുത്തെ മുന്നിൽ ഇങ്ങനെ ബോധിപ്പിച്ചു: ഭഗവാൻ, അവിടുത്തെ ഞങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. നർമ്മസ്വരത്തിൽ ബാബ പറഞ്ഞു: എന്നെ മനസ്സിലാക്കണമെന്ന് ആരാ പറഞ്ഞത്? അവിടുന്ന് തുടർന്നു: എന്നെ മനസ്സിലാക്കുവാൻ ശ്രമിക്കരുത്, എന്നെ അനുഭവിക്കുക, ആനന്ദിക്കുക. എന്നെ മനസ്സിലാക്കൽ അങ്ങനെയാ വേണ്ടത്. സ്വാമി, ഞങ്ങൾക്കതെങ്ങനെ സാധ്യമാകും? നിങ്ങളുടെ ശിരസ് കൊണ്ടുള്ള പണി നിർത്തുക, നിങ്ങളുടെ ഹൃദയം കൊണ്ട് അനുഭവിക്കുക, ബാബ പ്രഖ്യാപിച്ചു. അവിടുന്ന് തുടർന്നു: സായിയിലൂടെ പ്രത്യക്ഷപ്പെടുന്ന ദിവ്യ അത്ഭുത ശക്തികളെ പറ്റി അപഗ്രഥനം ചെയ്യുന്നത് നിർത്തുക. ഈ ദിവ്യാത്ഭുതങ്ങളെ പ്രേരിപ്പിക്കുന്ന അടിസ്ഥാന ശക്തി നിങ്ങളുടെ ഹൃദയത്തിൽ അനുഭവിക്കുക. ദിവ്യാത്ഭുതങ്ങൾ മാത്രമല്ല അവിടുത്തെ ഓരോ പ്രവൃത്തിയും. ആ ശക്തി അവിടുത്തെ കരുണയാണ്. സമുദ്രത്തിന് അതിരുണ്ട്, പക്ഷെ അവിടുത്തെ കൃപക്ക്
ഒരതിരും ഇല്ല. അവിടുന്ന് സ്വയം വെളിപ്പെടുത്തിയതുപോലെ അവതാര പുരുഷത്തിന്റെ വ്യക്തിത്വത്തിന്റെ താക്കോൽ കരുണയാണ്. മനുഷ്യരൂപത്തിൽ ഭൂമിയിൽ അവതരിപ്പിക്കാൻ അവിടുത്തെ പ്രേരിപ്പിച്ചത് കരുണയാണ്. അവിടുത്തെ ഓരോ പ്രവൃത്തിയുടെയും പിറകിലുള്ളതും കരുണ തന്നെ. വാസ്തവത്തിൽ അവിടുത്തെ ജീവിതം കരുണയുടെ അനവരതമായ ഒരു വെള്ളച്ചാട്ടമാണ്. അതെല്ലാറ്റിനെയും കടന്നാക്രമിക്കുന്നു. അത് പദവി, ജാതി, മതം, ആശയം, ദേശം എന്നീ വ്യത്യാസങ്ങൾ കണക്കിലെടുക്കുന്നില്ല. സത്യത്തിൽ അത് മനുഷ്യവർഗത്തെ മാത്രമല്ല, ജീവജാലങ്ങളെയും ചൂഴ്ന്നു നിൽക്കുന്നു. ശരീരത്തോടുള്ള കെട്ടുപാടിൽ നിന്നുള്ള നമ്മുടെ മോചനം അവിടുത്തെ കരുണ അനുഭവിക്കുമ്പോൾ നാം നേടിയെടുക്കുന്നു. ഈ അധ്യായത്തിൽ അവിടുത്തെ കരുണയുടെയും നമ്മെ വീണ്ടെടുക്കുന്ന ദയാവായ്പിനെ കുറിച്ചുള്ള ഹൃദയസ്പർശിയായ സംഭവങ്ങൾ നമുക്ക് വായിക്കാം. 1994 ഏപ്രിൽ മാസത്തിൽ ഭഗവാൻ വൃന്ദാവനത്തിലായിരുന്നു. ലോകത്തെങ്ങു നിന്നുമുള്ള ജനങ്ങളെ കൊണ്ട് ആശ്രമം നിറഞ്ഞു നിന്നു. ഭൗതികവും ആത്മീയവുമായ വിവിധ യത്നങ്ങളുടെ വിജയത്തിനു വേണ്ടി ഭഗവാന്റെ അനുഗ്രഹം തേടി വന്നവരായിരുന്നു അവർ. ദർശനം അവസാനിച്ച ഉടനെ ജനങ്ങൾ തിളക്കമാർന്ന മുഖങ്ങളുമായി രമേശ് ഹാളിൽ നിന്ന് നീങ്ങുന്നത് ഞങ്ങൾക്ക് കാണാമായിരുന്നു. വൈറ്റ് ഫീൽഡിലുള്ള ഹാളിൻ്റെ പേരതാണ്, സായി രമേശ് ഹാൾ. വാക്ക് മുഖേനയോ എഴുത്തു മുഖേനയോ ഉള്ള അഭ്യർത്ഥനകൾക്ക് അവരിൽ പലർക്കും അവിടുത്തെ ശാരീരിക ശ്രദ്ധ ലഭിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഭഗവാനിൽ നിന്ന് തീർച്ചയായും അവർക്കെല്ലാവർക്കും ആനന്ദത്തിൻ്റെ ഉപഹാരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. അത്തരമൊരു പ്രഭാതത്തിൽ ഒരു പാവപ്പെട്ട ദമ്പതികൾ, തൂപ്പുകാരൻ രാമയ്യയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഈ രാമയ്യയുടെ കഥ ഒരിക്കൽ നമ്മുടെ മുൻ സ്റ്റേറ്റ് പ്രസിഡന്റ്, ഇപ്പോഴത്തെ സോണൽ പ്രസിഡന്റ് മൂന്നോ സാറ് പറഞ്ഞിരുന്നു. ഭഗവാൻ അവരുടെ മകളുടെ വിവാഹ ക്ഷണക്കത്ത് കൊടുക്കണം. അയൽപക്കത്തെ ദിനൂർ ഗ്രാമവാസിയാണ് രാമയ്യ. ആശ്രമത്തിൽ സ്ഥിതി ചെയ്യുന്ന സത്യസായി ബോയ്സ് ഹോസ്റ്റലിൻ്റെ തുടക്കം മുതൽ അതിൻ്റെ അവിഭാജ്യ ഘടകമെന്ന നിലയിൽ മന്ദിരം ഗേറ്റിന് അഭിമുഖമായി നിൽക്കുന്ന ഹോസ്റ്റലിൻ്റെ മൂലയിൽ കാത്തു നിൽക്കാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ സ്ഥലം ആനമൂല എന്ന് വിളിക്കപ്പെട്ടിരുന്നു. കാരണം തുമ്പിക്കൈ ഉയർത്തിക്കൊണ്ടുള്ള ഒരു സിമന്റ് കോൺക്രീറ്റിൽ പണിത ഒരു ഗജരൂപം മുട്ടുകുത്തിക്കൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ബാബ മന്ദിരത്തിൽ നിന്നും പുറത്തേക്ക് പ്രത്യക്ഷപ്പെട്ട ദർശന ഹാളിലേക്ക് നടന്നു വരുമ്പോൾ അവിടുത്തെ ശ്രദ്ധയാകർഷിക്കാൻ വേണ്ടി ആ മൂകഗജം അവിടെ നിൽക്കുകയാണെന്ന് ആർക്കും തോന്നിപ്പോകും. ഒരു പാത്രത്തിൽ പൂക്കൾ വെച്ച് ക്ഷണപത്രം അതിൽ വെച്ചുകൊണ്ട് കാത്തിരിക്കുന്ന രാമയ്യന്റെ ഹൃദയം വിറകൊള്ളുന്നുണ്ടായിരുന്നു. അവരുടെ കുടുംബത്തിലെ ആദ്യത്തെ വിവാഹമായിരുന്നു അത്. ദിവ്യമായ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ ഉത്കണ്ഠപ്പെട്ടിരിക്കുകയായിരുന്നു രാമയ്യ. ഹോസ്റ്റൽ നൽകിയ ഏറ്റവും നല്ല കാക്കി യൂണിഫോം ധരിക്കുന്നതിൽ അദ്ദേഹം പ്രത്യേക ശ്രദ്ധ പതിപ്പിച്ചിരുന്നു. കാരണം ബാബക്ക് അദ്ദേഹത്തെ കാണുന്നതിൽ വീഴ്ച സംഭവിക്കുകയില്ലല്ലോ. അവിടെ കാത്തു നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു സംശയം കടന്നുകൂടി. ഹാളിലേക്കുള്ള നേർവഴിയിലൂടെ പോകുന്നതിന് പകരം ആ വഴിയൊക്കെ നടന്ന് ഹോസ്റ്റൽ മൂലയിലേക്ക് വളരെ ബുദ്ധിമുട്ടി അവിടുന്ന് വരുമോ എന്ന് വെച്ചാൽ ഭഗവാൻ അവിടെ ഈ രാമയ്യ നിൽക്കുന്നിടത്ത് വരുമോ എന്നൊരു സംശയം തോന്നിയത് കൊണ്ട് തന്നെ പ്രാർത്ഥനക്ക് അദ്ദേഹം തീവ്രത കൂട്ടി. സ്വാമി മന്ദിരത്തിൽ നിന്ന് രാവിലെ 8 മണിക്ക് പുറത്തു വന്നു. അവിടുന്ന് ആ ദമ്പതികളെ ഒന്ന് നോക്കി. പക്ഷെ ഹാളിലേക്ക് നേരെ അങ്ങ് നടന്നു നീങ്ങുകയാണ് ചെയ്തത്. രാമയ്യനും ഭാര്യനെയും ഒന്ന് സ്വാമി നോക്കി അപ്പാടന്നെ ഹാളിലേക്ക്, ദർശനം കൊടുക്കേണ്ട ഹാളിലേക്ക് പോയി. രാമയ്യയുടെ ഹൃദയമിടിപ്പ് ദ്രുതഗതിയിലായി. ഒടുവിൽ ഭഗവാൻ ഹാളിൽ ഏകദേശം 30 മിനിറ്റ് ദർശനം നൽകിയതിന് ശേഷം മന്ദിരത്തിലേക്ക് മടങ്ങിപ്പോയപ്പോൾ
രാമയ്യ തികച്ചും നിരാശനായി പോയി. രാമയ്യ ജോലി ചെയ്ത ഹോസ്റ്റലിൽ 20 വർഷത്തിലധികം കാലം വാർഡനായിരുന്ന ഞാൻ, അതായത് നരസിംഹമൂർത്തിയെ പറയുന്നു, വാർഡനായിരുന്നു ഞാൻ. തൻ്റെ മകളുടെ വിവാഹത്തെ അനുഗ്രഹിക്കാൻ വേണ്ടിയുള്ള തൻ്റെ പ്രാർത്ഥന ഭഗവാന് സമർപ്പിക്കാൻ അദ്ദേഹം എന്നോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. തലേന്ന് രാത്രി തന്നെ ഞാനത് ചെയ്തിട്ടുമുണ്ടായിരുന്നു. ആ പ്രഭാതത്തിൽ സ്വാമി രാമയ്യയെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ ആകാംക്ഷയോടെ പ്രതീക്ഷിക്കുകയും ചെയ്തു. ആനമൂലയിൽ കാത്തു നിൽക്കാൻ ആ ദമ്പതികൾക്ക് വാസ്തവത്തിൽ ഞാനാണ് അനുമതി നൽകിയത്. പ്രഭാത ദർശനത്തിന് ശേഷം കുറച്ച് ഭക്തന്മാരെ അവിടുന്ന് ഇന്റർവ്യൂവിന് വിളിക്കുകയും ചെയ്തു. ഞാൻ മന്ദിരം കോമ്പൗണ്ടിൽ നിന്നും പുറത്തു കിടക്കവേ തൻ്റെ മുഖത്ത് നിരാശ പ്രകടിപ്പിച്ചുകൊണ്ട് രാമയ്യ ഗേറ്റിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. തുടർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാൻ ഞാൻ അദ്ദേഹത്തെ ഉപദേശിച്ചു. ഹോസ്റ്റലിൻ മൂലയിൽ കാത്തു നിൽക്കാനും ഞാൻ നിർദ്ദേശിച്ചു. ഇന്റർവ്യൂവിൻ്റെ ഒടുവിൽ സ്വാമി കാർ വഴി പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അവിടുന്ന് അപ്രകാരം ചെയ്യുകയാണെങ്കിൽ ആ ദമ്പതികൾക്ക് ക്ഷണപത്രം സ്വാമിക്ക് സമർപ്പിക്കുവാനുള്ള അവസരം കിട്ടുകയും ചെയ്യും. പക്ഷേ ഒന്നും തന്നെ ഉറപ്പുള്ള കാര്യങ്ങൾ അല്ലതാണ്. ശ്വാസമടക്കി പിടിച്ചുകൊണ്ട് അവിടെ കാത്തു നിൽക്കുന്ന രാമയ്യയുടെ സമയം മെല്ലെ ഇഴഞ്ഞു നീങ്ങി. വിടർന്ന കണ്ണുകളുടെയും വിലപിക്കുന്ന ഹൃദയത്തോടെയും അദ്ദേഹം ഗേറ്റിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത് തുടർന്നു. 9 മണിക്ക് 10 മിനിറ്റുള്ളപ്പോൾ തുറന്നു കിടന്നിരുന്ന ഗേറ്റുകളിലേക്ക് പെട്ടെന്ന് സേവാദൾ അംഗങ്ങൾ ഓടിച്ചെല്ലുന്നു. പക്ഷെ അവിടെ കാർ കാണാനില്ലല്ലോ. ഭഗവാൻ ആനമൂലയിലേക്ക് നേരെ അങ്ങ് നടന്നു വരികയാണ്. വലതുകരം കൊണ്ട് മിസ്റ്റിക് വൃത്തങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടാണ് ആ നടത്തം. തൻ്റെ പ്രിയങ്കരനായ ഭഗവാൻ അടുത്തു വരുന്തോറും രാമയ്യയുടെ ഹൃദയം നൃത്തമാടുകയായിരുന്നു. കണ്ണുകളിൽ ബാഷ്പമണിഞ്ഞ് ആ ദമ്പതികൾ മുട്ടുകുത്തി നിന്ന് ക്ഷണപത്രവും പുഷ്പങ്ങളും അക്ഷതവും അടങ്ങുന്ന തട്ട് ഉയർത്തിപ്പിടിച്ചു. ബാബ അവരുടെ മുന്നിൽ നിന്നു. ദയ നിറഞ്ഞ കണ്ണുകളോടെ അവിടുന്ന് അവരെ നോക്കി ക്ഷണപത്രം എടുക്കുകയും അക്ഷതം അവരുടെ ശിരസ്സുകളിൽ വർഷിക്കുകയും ചെയ്തു. പിന്നീട് അവിടുത്തെ കരുണ നിറഞ്ഞ വാക്കുകൾ പുറത്തു വന്നു. ദർശന സമയത്ത് നിങ്ങൾക്ക് നിരാശ തോന്നിയെന്ന് എനിക്കറിയാം. ഞാനെന്ത് ചെയ്യാനാണ്? ഇന്ന് തിങ്കളാഴ്ചയാണ്. 7:30 മുതൽ 9 വരെ അമംഗളകരമായ രാഹുകാലമാണ്. ആ സമയത്ത് നിങ്ങളെ അനുഗ്രഹിക്കാൻ ഞാൻ ഉദ്ദേശിച്ചില്ല. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്. സ്വാമി ഈ കാലത്തിനെ കുറിച്ച് പല പ്രഭാഷണങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. രാഹുകാലം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മുടക്കലുണ്ട്. പക്ഷെ ഭഗവാൻ ചില കാര്യത്തിൽ അത് നോക്കാറുമില്ല. പക്ഷേ പല കാര്യങ്ങളിലും രാഹുകാലം വർജിക്കാറുണ്ട്. അങ്ങനെയാണ് രാമയ്യയുടെ കത്ത് വാങ്ങാനും അനുഗ്രഹം ചൊരിയാനും ആ സമയം തിങ്കളാഴ്ച 7:30 to 9 രാഹുകാലാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് ഭഗവാൻ വന്നത് അതാണ്. ആ ദമ്പതികൾ ആനന്ദം കൊണ്ട് ഏങ്ങലടിച്ചു കരയുന്നുണ്ടായിരുന്നു. അവരിരുവരും അവിടുത്തെ പാദപത്മങ്ങളിൽ വീണ് നമസ്കരിച്ചു. കാരുണ്യത്തിൻ്റെ കഥ അവിടെ അവസാനിച്ചില്ല. അന്ന് ഉച്ചയ്ക്ക് ശേഷം ഞാൻ സ്വാമിയെ കണ്ടപ്പോൾ അവിടുത്തെ കൈകളിൽ കുറച്ച് അത്യാകർഷകമായ പട്ടുസാരികൾ ഉണ്ടായിരുന്നു. ഒരു സാരി രാമയ്യയുടെ ഭാര്യയ്ക്കും മറ്റൊരു സാരി വധുവിനും, അതായത് അവരുടെ മകൾക്ക് സമ്മാനിക്കാനായിരുന്നു അവിടുത്തെ ഉദ്ദേശം. അവിടെ എല്ലാ സാരികളും എൻ്റെ കൈകളിൽ വച്ച് തന്നപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. അവിടെ എൻ്റെ ചിന്തകൾ മനസ്സിലാക്കി. അവിടുന്ന് പറഞ്ഞു, ഇവയെല്ലാം അവരുടെ അടുത്തേക്ക് കൊണ്ടുപോകും. അവർക്ക് ഇഷ്ടമുള്ളത് അവർ തിരഞ്ഞെടുക്കട്ടെ. എൻ്റെ വിഡ്ഢിത്തം കൊണ്ട് ഞാൻ ആലോചിക്കാതെ ഇങ്ങനെ പറഞ്ഞുപോയി. സ്വാമി, അവിടുന്ന് നൽകുന്ന ഏത് സാരിയും അവർ ഇഷ്ടപ്പെടും. പക്ഷെ അവരേറ്റവും ഇഷ്ടപ്പെടുന്നവയാണ് ഞാൻ അവർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഭഗവാൻ മറുപടി പറഞ്ഞു. നാഴിക്കോളം ഭഗവാന്റെ ആ അപാര കാരുണ്യം. അവിടുത്തെ പുത്രിമാരോടുള്ള ബാബയുടെ കാരുണ്യം കണ്ട് ഞാൻ അതിൽ മുഴുകിപ്പോയെന്ന് പറയേണ്ടതില്ലല്ലോ. അവിടുന്ന് ഒന്നൊഴിയാതെ എല്ലാവരുടെയും മാതാവും പിതാവുമല്ലേ.
ഒരു തൂപ്പുകാരൻ്റെ മകളും ഭാര്യയും മാത്രമാണ് അവരെന്നതിൽ അവിടത്തേക്ക് എന്തിരിക്കുന്നു? കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നടമാടിയ ഹൃദയസ്പർശിയായ ഒരു രംഗം എൻ്റെ മനസ്സിൽ കടന്നു വന്നു. പിന്നീട് അല്പവർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു വന്ന ശ്രീ അടൽ ബിഹാരി വാജ്പേയി ഭഗവാന്റെ അനുഗ്രഹങ്ങൾ തേടിക്കൊണ്ട് വൃന്ദാവനത്തിൽ വന്നിരുന്നു. ത്രയീ മന്ദിരത്തിൻ്റെ വാതിലിൽ നിന്ന് ബാബയുടെ സന്നിധിയിൽ നിന്ന് വിട പറയവേ അവിടുത്തെ കൈകൾ പിടിച്ചുകൊണ്ട് അദ്ദേഹം ചോദിച്ചു, സ്വാമി, അവിടുത്തെ വസതിയുടെ വാതിൽപ്പടിയിൽ ഇടക്കിടക്ക് വരട്ടെയോ? ബാബ ഉത്തരം പറഞ്ഞു, ഇതെൻ്റെ വസതിയല്ല, ഇത് നിന്റെ മാതാവിൻ്റെ വസതിയാണ്. പ്രശാന്തി നിലയത്തിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ സ്ഥാപിച്ചതിൻ്റെ ആദ്യ വർഷങ്ങളിൽ ഭഗവാൻ കൂടെ കൂടെ അവിടെ സന്ദർശിക്കാറുണ്ടായിരുന്നു. നമുക്കല്ല ആ സമയത്ത് ഡ്യൂട്ടിക്ക് പോയാൽ ഭഗവാൻ ഹോസ്പിറ്റലിൽ പോയ സമയത്തൊക്കെ ദർശനം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിൽ പങ്കെടുക്കുന്ന പലർക്കും അങ്ങനെ ദർശനം കിട്ടിയിട്ടുണ്ടാവും. അവിടുത്തെ ഓരോ സന്ദർശനവും കാരുണ്യത്തിൻ്റെ ഒരു ദൗത്യമായിരുന്നു. പാവപ്പെട്ടവർക്കും പ്രത്യേക അവകാശാധികാരങ്ങളില്ലാത്തവരുമായ ജനങ്ങൾക്ക് രാഷ്ട്രത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി അവിടുത്തെ ആശുപത്രി സർജറി പരിപൂർണമായും സൗജന്യമാക്കിക്കൊണ്ട് രോഗശമനത്തിൻ്റെ ഒരു പ്രത്യാശയായി നിലകൊള്ളുന്നു. ഈ സുവാർത്ത വ്യാപിച്ചതോടെ രാജ്യത്തെങ്ങു നിന്നുമുള്ള രോഗികളുടെ ഒഴുക്ക് സ്ഥിരമായി ഉയർന്നു വന്നു. ആശുപത്രിയിലേക്കുള്ള ബാബയുടെ സന്ദർശനങ്ങൾ ഓരോന്നും പ്രതീക്ഷകളോടെ കാത്തിരിക്കുന്ന രോഗികൾക്കും ബഹുജനങ്ങൾക്കും ദിവ്യമായ ഒരു രോഗശമന സ്പർശം നൽകി. ആശുപത്രിയിൽ രോഗികൾക്ക് സേവനം നടത്തുന്ന ഓരോരുത്തരിലും ഇത് ആനന്ദകരമായ ഒരാവേശത്തിൻ്റെ അലയൊലി സൃഷ്ടിച്ചു. രാജ്യത്തെങ്ങു നിന്നുമുള്ള ശതക്കണക്കിന് വളണ്ടിയർമാർ, ഡോക്ടർമാർ, നഴ്സുമാർ, മറ്റ് ജോലിക്കാർ തുടങ്ങിയ ആ സേവകർക്ക് ഭഗവാന്റെ ഈ സന്ദർശനങ്ങൾ അനുഗ്രഹമായി അനുഭവപ്പെട്ടു. തങ്ങളുടെ ജോലി സ്ഥലത്ത് ഭഗവാനെ കണ്ടുകൊണ്ട് അവരോരോരുത്തരും രോഗാതുരമായ ഹൃദയങ്ങളിലെ വ്രണങ്ങൾ സുഖപ്പെടുത്തുവാനുള്ള അവരുടെ യത്നങ്ങൾക്ക് പ്രചോദനവും ധൈര്യവും പ്രോത്സാഹനവും നേടുകയായിരുന്നു. പൊതുവെ മുൻകൂട്ടിയുള്ള പ്രഖ്യാപനങ്ങളൊന്നും ഇല്ലാതെയാണ് അവിടുന്ന് ആശുപത്രി സന്ദർശിക്കാറുള്ളത്. ഒരു തുറന്ന ഗോൾഫ് കാർട്ടിൽ ആശുപത്രിയിൽ അവിടുന്ന് ചുറ്റി സഞ്ചരിക്കും. പുറമേ നോക്കിയാൽ അവിടുത്തെ സന്ദർശനത്തിലുള്ള കാരണങ്ങൾ പലതാവാം. പക്ഷെ അവിടുത്തെ സന്ദർശനത്തിന് പിറകിലെ അടിസ്ഥാന പ്രേരണ ഒന്നു മാത്രം, അവിടുത്തെ കവിഞ്ഞൊഴുകുന്ന കരുണ. ചിലപ്പോൾ അന്നേ ദിവസം സങ്കീർണമായ ശസ്ത്രക്രിയകൾ നടത്തുന്ന ഡോക്ടർമാരെ അനുഗ്രഹിക്കുവാൻ അവിടുന്ന് പോകും. മറ്റു ചില സന്ദർഭങ്ങളിൽ ആശുപത്രി ചുറ്റിക്കാണുവാൻ ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നുമുള്ള ചില പ്രമുഖ വ്യക്തികളെ അവിടുന്ന് കൂടെ കൊണ്ടുവരും. ഇന്ത്യയിലെ പ്രമുഖ നഗരങ്ങളിൽ ഹൃദയ ശസ്ത്രക്രിയയും ഹൃദ്രോഗ വിഭാഗവും വേരുപിടിക്കുന്നതിൻ്റെ ആരംഭദിശയിൽ ഈ ആശുപത്രിയിൽ നടക്കുന്ന വിസ്മയാവഹമായ പ്രവർത്തനം അവിടുന്ന് അവർക്ക് വിവരിച്ചു കൊടുക്കുകയും ചെയ്യും. ശസ്ത്രക്രിയക്ക് വിധേയമായി അവിടെ കിടക്കുന്ന മുതിർന്ന ഭക്തന്മാരെ അനുഗ്രഹിക്കുവാൻ അവിടുന്ന് ആശുപത്രി സന്ദർശിച്ച സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടുന്ന് ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സിലേക്ക് നടന്നു ചെന്ന് ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നിരീക്ഷിക്കും. ചിലപ്പോൾ ICU, അതായത് ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ്, ICUവിലേക്ക് പോയി ശസ്ത്രക്രിയയ്ക്ക് ശേഷം 1-2 ദിവസം കഴിഞ്ഞ് അസുഖം ഭേദപ്പെട്ടു വരുന്ന ചില തലമുതിർന്ന ഭക്തന്മാരെ അവിടുന്ന് അനുഗ്രഹിക്കും. അതോടൊപ്പം നിരവധി ഇതര രോഗികൾക്കും ബാബ അനുഗ്രഹം ചൊരിയും. അവർക്ക് വേണ്ടി വിഭൂതി സൃഷ്ടിച്ചും അവരുടെ രോഗശമന പുരോഗതിയെപ്പറ്റി അന്വേഷിച്ചും കൊണ്ടായിരിക്കും ഇപ്രകാരം അവിടുന്ന് അത് ചെയ്യുക. അവിടുന്ന് ആശുപത്രി സന്ദർശിക്കുമ്പോഴൊക്കെ തങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റുകളെയും സ്റ്റാഫ് അംഗങ്ങളെയും സന്ദർശിച്ച് അനുഗ്രഹിക്കാൻ വേണ്ടി അഭ്യർത്ഥിക്കാനുള്ള അവസരമായി ഡോക്ടർമാർ അത് ഉപയോഗപ്പെടുത്തും. അവിടുത്തെ ഓരോ ആശുപത്രി സന്ദർശനവും അവിടുത്തെ ഒരു ഉത്സവ പ്രതീതിയാണ് ഉളവാക്കുക. പലതവണ ഭഗവാനെ ഹൃദയ ശസ്ത്രക്രിയാ തിയേറ്റർ കോംപ്ലക്സിലേക്ക് സ്വാഗതം ചെയ്യാനുള്ള പ്രത്യേക അവകാശം ലഭിച്ച ആളാണ്
ആശുപത്രിയിലെ സാങ്കേതിക വിദഗ്ധയിലെ ഒരംഗവും സത്യസായി യൂണിവേഴ്സിറ്റിയിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ രവി. സ്വാമിയുടെ മുന്നറിയിപ്പില്ലാതെയുള്ള ഒരു സന്ദർശനത്തെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ വിവരണം താഴെ കൊടുക്കുന്നു. ഒരു കാരണവുമില്ലാതെ മിക്കവാറും തനിച്ചാണ് അവിടുന്ന് അന്ന് വന്നിരുന്നത്. ഏകദേശം രാവിലെ 10 മണിയോടെ മന്ദിരത്തിൽ അവസാനിക്കുന്ന ഭജനയ്ക്ക് ശേഷമാണ് ഭഗവാൻ ആശുപത്രിയിൽ സാധാരണയായി സന്ദർശിക്കാറുള്ളത്. ഒരു ദിവസം അതിരാവിലെ തന്നെ അവിടുന്ന് പെട്ടെന്ന് കടന്നു വന്നപ്പോൾ ഞങ്ങൾ അമ്പരന്നു പോയി. ഈ രവികുമാർ പറയാണ്, വളരെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ രംഗം എൻ്റെ മനസ്സിൽ വ്യക്തമായി ഇപ്പോഴും കാണാൻ കഴിയുന്നുണ്ട്. ഇപ്രാവശ്യം അവിടുന്ന് ഗോൾഫ് കാർട്ട് ഉപയോഗിച്ചില്ല. ഏതെങ്കിലും അതിഥികളും കൂടെ ഉണ്ടായിരുന്നില്ല. അവിടുന്ന് കോണി കയറി മുകളിലേക്ക് വന്ന് ഹൃദയ ശസ്ത്രക്രിയ കോംപ്ലക്സിൻ്റെ സമീപത്തേക്ക് അവിടുന്ന് വന്നുകൊണ്ടിരിക്കുമ്പോൾ മാത്രമാണ് ഞാൻ അവിടുത്തെ ശ്രദ്ധിച്ചത്. ഇരട്ട ഗ്ലാസുകളുള്ള വാതിൽ തുറക്കാൻ വേണ്ടി ഞാൻ ഓടിച്ചെന്നു. ഒന്നും പറയാതെ വളരെ ചടുലമായി അവിടുന്ന് ICUവിലേക്ക് കടന്നു ചെന്നു. രോഗം ഭേദമായി വരുന്ന രോഗികളെ നിരീക്ഷിക്കുകയും ചികിത്സിക്കുകയും ചെയ്യുന്ന താഴെയുള്ള ICUവിലേക്ക് അവിടുന്ന് നീങ്ങി. പ്രവേശനദ്വാരത്തിൻ്റെ ഇടതുവശത്തേക്ക് സ്വാമി തിരിഞ്ഞു. കുറച്ചകലെയായി കിടക്കയിൽ ശയിക്കുന്ന ഒരു വനിതാ രോഗിയുടെ നേരെ അവിടുന്ന് വളരെ അലിവോടെ നോക്കി. പ്രേമത്തോടെ അഭയഹസ്തം കാണിച്ചു. അത്യധികമായ ശുശ്രൂഷയുടെയും ഉറപ്പിൻ്റെതുമായ ഒരു കരുണാപൂർണമായ നോട്ടം അവിടുത്തെ മുഖത്തെ അലങ്കരിച്ചിരുന്നു. അവിടുന്ന് അവളെ സമീപിച്ച് അവൾക്ക് വിഭൂതി സൃഷ്ടിച്ചു കൊടുത്തു. പിന്നീട് ബാബ തിരിഞ്ഞു നടന്ന് സ്ഥലം വിട്ടു. പരിപൂർണമായ ആശ്വാസത്തിൻ്റെയും കൃതജ്ഞതയുടെയും ഭാവങ്ങൾ മുഖത്ത് പ്രതിഫലിച്ചു. ഹൃദയ ശസ്ത്രക്രിയകൾക്ക് പോലും ഒഴിച്ചുകൂടാനാവാത്തതാണ് അത്. രോഗം വളരെയധികം മൂർച്ഛിച്ചിരിക്കുമ്പോൾ പോഷകാഹാരക്കുറവുള്ള രോഗികളുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും ഉയർന്ന നിലവാരം പുലർത്തുന്ന ശസ്ത്രക്രിയാ വിദഗ്ധർ പോലും പരാജയത്തെ അഭിമുഖീകരിക്കാറുണ്ട്. ഇത് ഞാൻ ഒരു പേജ് ഇപ്പുറം മറിഞ്ഞിട്ടാണ് വാങ്ങിച്ചത്. ആ സന്ദർഭത്തിന് മറ്റു പല ലക്ഷ്യങ്ങളും ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്താൻ ഞാൻ ശ്രമിച്ചു നോക്കി. അവിടത്തേക്ക് മറ്റൊരു ലക്ഷ്യവുമില്ലായിരുന്നെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ കുറഞ്ഞൊന്ന് അമ്പരന്നു. അറിയപ്പെടുന്ന ഒരു ഭക്തനെ കാണാൻ വേണ്ടി മാത്രമേ അവിടുന്ന് ആശുപത്രിയിലേക്ക് വരികയുള്ളൂ എന്ന് ചിന്തിക്കുന്ന വിധം വ്യവസ്ഥീകരിക്കപ്പെട്ടിരിക്കുകയാണല്ലോ നമ്മുടെ മനസ്സ്. അല്ലെങ്കിൽ അതിഥികളെ ആശുപത്രി ചൂണ്ടിക്കാണിക്കാനാണ് അവിടെ നിന്ന് വരിക എന്ന് നാം കരുതുന്നു. ഏത് ഹൃദയത്തിൻ്റെയും അഗാധതയിൽ നിന്ന് ബഹിർഗമിക്കുന്ന ഒരു പ്രാർത്ഥനയോട് പ്രതികരിക്കുകയും ഏതൊരു ജീവന്റെയും ദുരിതം കണ്ട് എളുപ്പം ചലിക്കുകയും ചെയ്യുന്ന ദൈവമാണ് അവിടെ നിന്ന് കാണുന്നതിൽ നാം പരാജയപ്പെടുന്നു. ബലമില്ലാത്തവന്റെ ബലമാണ് അവിടുന്ന്. നിർബൽ കെ ബൽ രാം. അന്നത്തെ പ്രഭാതത്തിൽ അവിടുന്ന് അനുഗ്രഹിച്ച ആ യുവതി അടുത്തുള്ള ഒരു ഗ്രാമത്തിൽ നിന്ന് വന്നതായിരുന്നു. പേര് ലക്ഷ്മി. ദിവസക്കൂലിക്ക് തൊഴിലെടുക്കുന്ന സ്ത്രീ. ആദ്യം തൊണ്ടയെയും പിന്നീട് കാൽമുട്ടിനെയും മറ്റ് സന്ധികളെയും വേദനിപ്പിക്കുന്ന വാദസംബന്ധിയായ ഹൃദ്രോഗമാണ് അവൾക്കുണ്ടായിരുന്നത്. ഇത് പിന്നീട് ഹൃദയവാൾവുകളെ ദുർബലപ്പെടുത്തും. ഇടത്തെ ആർട്ടറിയിൽ നിന്നും ഇടതുവശത്തെ ഹൃദയത്തിൻ്റെ കീഴറയിലേക്കും അവിടെ നിന്ന് മുഴുവൻ ഭാഗത്തേക്കും രക്തം പമ്പ് ചെയ്യുന്ന സംവിധാനത്തെ നിയന്ത്രിക്കുന്ന സുപ്രധാനമായ വാൾവായ മിട്രൽ വാൾവ് മോശമായ വിധത്തിൽ സങ്കോചിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ ആരോഗ്യനില മോശമായിരുന്നു. ഇതൊന്നും കൂടാതെ അവളുടെ ആദ്യ ഗർഭവും അവൾ വഹിച്ചിരുന്നു. അവൾക്ക് അതിജീവിക്കാൻ ഒരു അടിയന്തര സർജറി വേണ്ടിവരും. ശിശുവിനെ ജീവനോടെ കിട്ടുക എന്നതിന് ഒരു സാധ്യതയും ഇല്ലായിരുന്നു. വളരെ കോംപ്ലിക്കേഷനുള്ള ഓപ്പറേഷനുള്ള സമയത്തൊക്കെ സ്വാമി അവിടെ ആസ്പത്രിയിൽ പോയിരുന്നു. അല്ലെങ്കിൽ നമുക്കറിയാം സച്ചരിതത്തിൽ വളരെ കോംപ്ലിക്കേഷനുള്ള ഒരു ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ സ്വാമി സർജറി ചെയ്ത ഡോക്ടർമാരോട് അതൊന്ന് നോക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവർ കണ്ടത് ഭഗവാനെ
ഈ ഡോക്ടർമാരുടെ രൂപത്തിൽ തന്നെ ഭഗവാനെ പലയിടങ്ങളിലും സർജറി ടേബിളിൻ്റെ പല ഭാഗങ്ങളിലും കണ്ടിട്ടുണ്ട്. അതുപോലെ ഒരു യുവതിയായിട്ടുള്ള ഗ്രാമീണ വനിതയെ അനുഗ്രഹിക്കാനാണ് ഭഗവാൻ അന്ന് കാലത്ത് തന്നെ വന്നത്. അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രോഗമാണ് ഈ സ്ത്രീക്കുള്ളത്. ശസ്ത്രക്രിയ പെട്ടെന്ന് തന്നെ ചെയ്തു. വാൾവ് തുറന്നു, രക്തപ്രവാഹം വീണ്ടെടുത്തു. ശ്വാസങ്ങളിലേക്കുള്ള മർദ്ദത്തിന് തന്മൂലം ആശ്വാസം കിട്ടി. മോശമായ ഹൃദയ സംബന്ധിയായ അവസ്ഥ കാരണമായി ഭ്രൂണം അതിജീവിച്ചില്ല. വേറൊരു ശസ്ത്രക്രിയ ഒരു ഗൈനക്കോളജിസ്റ്റ് നടത്തി അത് നീക്കം ചെയ്തു. ഈ സാധു സ്ത്രീയുടെ മാനസിക ദുരിതവും തീവ്ര വേദനയും എത്രയായിരിക്കുന്നുവെന്ന് ഒരു നിമിഷം നാം ആലോചിച്ചു നോക്കൂ. ഭഗവാന്റെ ആസ്പത്രി തീർച്ചയായും അവളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തിയിരിക്കുന്നു. അവളുടെ ഹൃദയവാൾവിന് ആവശ്യമായതൊക്കെ മെഡിക്കൽ ടീം ചെയ്തുകൊണ്ടിരിക്കെ അവരുടെ ഹൃദയവാസിയായ ഭഗവാനല്ലാതെ ആരാണ് ആ യാതന അറിയുക? ഇരട്ട ശസ്ത്രക്രിയയുടെ മുറിവും അതുമൂലമുള്ള വേദനയും അനസ്തീഷ്യ നിമിത്തമുണ്ടായ ഓക്കാനിക്കാനുള്ള പ്രവണതയും തീവ്രമായ ദൗർബല്യവുമെല്ലാം അവളുടെ ഭൗതിക ശരീരത്തെ വിടാതെ പിന്തുടർന്നു. തൻ്റെ ജീവിതത്തിൻ്റെ ശേഷിച്ച കാലം മുഴുവൻ തനിക്ക് സന്തോഷം നൽകുമായിരുന്ന ആ ജനിക്കാത്ത പോയ കുട്ടിയുടെ നഷ്ടം കൊണ്ട് കൂടുതൽ വഷളായ അനിശ്ചിത ഭാവിയെക്കുറിച്ച് ചിന്തിച്ചതിനാലുള്ള അവളുടെ മാനസിക പീഡയും ആ ദുരിത ജീവിതത്തെ കൂടുതൽ ദുഃഖകരമാക്കി തീർത്തു. കഷ്ടപ്പാടിൽ മുഴുകിയ ഈ ഹതഭാഗ്യയായ ആത്മാവ് കരുണയുടെ അവതാരമായ ഭഗവാനെ ആ പ്രഭാതത്തിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. അവളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന കൊണ്ടാണ് രാവിലെ തന്നെ ഭഗവാൻ അവിടെ എത്തിയെന്നാണ് പറഞ്ഞു. അവിടെ നിന്ന് ഒരു മുൻകൂട്ടിയുള്ള അറിയിപ്പുമില്ലാതെ വരികയും നിശബ്ദമായി അവളെ അനുഗ്രഹിച്ചുകൊണ്ട് തിരിച്ചു പോവുകയും ചെയ്തു. ഭൗതിക ശരീരത്തെക്കാൾ വേഗത്തിൽ അവിടുത്തെ കരുണ സഞ്ചരിക്കുന്നു. പല പ്രാവശ്യവും അവിടുന്ന് ഭൗതികമായി സന്ദർശിക്കാത്ത സ്ഥലങ്ങളിൽ അത് എത്തിച്ചേരും. അതാണ് പൂർണ്ണ അവതാരത്തിൻ്റെ അതുല്യമായ വിശേഷ അനുഗ്രഹ ശക്തി. അവിടുന്ന് അഹേതുക ദയാസിന്ധുവാണ്. ആരിലും അവിടുത്തെ ദയാവായ്പ ചൊരിയാൻ ഏതെങ്കിലും ഒരു കാരണത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ ആത്മാർത്ഥ ഹൃദയത്തിൽ നിന്നൊരു പ്രാർത്ഥന അവിടുത്തെ കാരുണ്യത്തെ പെട്ടെന്ന് തന്നെ വലിച്ചടുപ്പിക്കുന്നു. അത്തരമൊന്ന് വെളിപ്പെടുത്തുന്ന രവി പറയുന്ന അനുഭവം ഇതാ. മുമ്പ് കൊടുത്ത വിവരണങ്ങളിലെ അതേ വിവരണം തന്നെയാണ് ഇതും. ഹൃദയ ശസ്ത്രക്രിയാ തിയേറ്ററുകളും ICUവിലും അർപ്പണ ബുദ്ധിയുള്ള ഡോക്ടർമാരും നഴ്സുമാരും സാങ്കേതിക വിദഗ്ധരും അടങ്ങിയ സംഘം ശരിയായി പ്രവർത്തിക്കാത്ത ഹൃദയത്തെ ശരിയാക്കി തീർക്കാനുള്ള കഠിന യത്നത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഞാൻ കാണാറുണ്ട്. ഒരു ജീവൻ രക്ഷപ്പെടുത്താനുള്ള പരിശ്രമമാണത്. പരിശീലനം ലഭിച്ചവരും സമർത്ഥരുമായ ആ മുഴുവൻ സംഘത്തിൻ്റെയും പരിപൂർണവും തുടർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നതുമായ ജാഗരൂകത ഏറ്റവും ലളിതമായ ഹൃദയ ശസ്ത്രക്രിയകൾക്ക് പോലും ഒഴിച്ചുകൂടാൻ ആവാത്തതാണ്. രോഗം വളരെയധികം മൂർച്ഛിച്ചിരിക്കുമ്പോൾ പോഷകാഹാരക്കുറവുള്ള രോഗിയുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും ഏറ്റവും ഉയർന്ന നിലവാരം പുലർത്തുന്ന ശസ്ത്രക്രിയാ വിദഗ്ധർ പോലും പരാജയത്തെ അഭിമുഖീകരിക്കാറുണ്ട്. ഹൃദയത്തിലെ തകരാറ് കൊണ്ട് ശ്വാസകോശങ്ങൾ തകരാറാകുന്ന രോഗികളിലും ഇത് സംഭവിക്കും. ഒരു ദിവസം ദൂരെയുള്ള ഒരു പട്ടണത്തിൽ നിന്ന് വന്ന മധ്യവയസ്കനായ ഒരു മാന്യദേഹത്തിൻ്റെ വാൾവ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഞാൻ നിരീക്ഷിക്കാനിടയായി. വളരെ ദീർഘനേരം ശ്രമിച്ചിട്ടും ശസ്ത്രക്രിയാ സംഘത്തിന് രോഗിയെ ഹൃദയ ശ്വാസകോശത്തിൽ നിന്ന് അകറ്റി നിർത്താനോ തൽഫലമായി ശ്വാസകോശത്തിലേക്കും ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കുമുള്ള രക്തം പമ്പ് ചെയ്യുന്നത് വീണ്ടും തുടങ്ങാനോ ആയില്ല. ഹൃദയ ശസ്ത്രക്രിയയുടെ കാര്യത്തിൽ ഹൃദയം താൽക്കാലികമായി വിശ്രമാവസ്ഥയിലായിരിക്കും. രോഗിയെ രക്തം പമ്പ് ചെയ്യുന്ന ഹാർട്ട് ലങ് യന്ത്രത്തിൽ കിടത്തിയിരിക്കും. ചിലപ്പോൾ ഇപ്രകാരം സംഭവിക്കാറുണ്ട്. പക്ഷെ അത്തരം കേസുകളിൽ അധികവും തുടർച്ചയായ യത്നങ്ങൾക്ക് ശേഷം കൂടെ കൊടുത്തുകൊണ്ടിരിക്കുന്ന മരുന്നുകളുടെ സഹായത്തോടെ ക്രമേണ ഹൃദയം പ്രവർത്തിച്ചു തുടങ്ങും. ഈ പ്രത്യേക കേസിൽ പലതവണ പരിശ്രമിച്ചിട്ടും ഹൃദയത്തെ ജീവിപ്പിക്കാൻ ആയില്ല.
രക്തസമ്മർദ്ദവും ഹൃദയമിടിപ്പും ക്രമേണ താഴ്ന്നു വന്നു. രോഗിയെ ഹൃദയത്തിന്റെ വിശ്രമത്തിനു വേണ്ടി ബൈപ്പാസിലേക്ക് തിരിച്ചു വെക്കേണ്ടി വന്നു. മെഡിക്കൽ ടീമിന് എല്ലാവിധ പ്രത്യാശകളും നഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. കാരണം ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധർ ചെയ്യാറുള്ള എല്ലാ നടപടികളും അവർ ചെയ്തിട്ടും അപ്പോഴും പമ്പ് ചെയ്യുന്ന രക്തം സ്വീകരിക്കുവാൻ ഹൃദയത്തിന് സാധ്യം അല്ലാതെ വന്നു. ഒരു കാർഡിയോളജിസ്റ്റിനെ വിളിച്ചു വരുത്തി വിശദമായ പരിശോധനകൾക്ക് ശേഷം ഒരു കൃത്രിമ വാൾവ് പ്രയോജനപ്രദമാവുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. മെഡിക്കൽ ടീം കുഴങ്ങി. ഇനിയും കൂടുതൽ എങ്ങനെ നീങ്ങണമെന്ന് അവർക്ക് യഥാർത്ഥത്തിൽ അറിഞ്ഞുകൂടാ. ഹൃദയം നിന്നുപോയതായി തോന്നുന്നു. കൂടുതൽ വിഷമകരമായ ഒരവസ്ഥ. ഉച്ചയ്ക്ക് ശേഷമുള്ള വളരെ വൈകിയ സമയം. ഞാൻ ആ തിയേറ്റർ കോംപ്ലക്സിൽ നിന്ന് പുറത്തു കടന്നു. ഇടനാഴിയിൽ വെച്ച് ഒരു കാര്യം പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നു. ഞങ്ങൾ ഇതുവരെ എടുക്കാത്ത ഒന്ന് അവശേഷിപ്പിച്ചിരിക്കുന്നു. അത് ഭൗതിക വസ്തുക്കളെ ഒന്നുമല്ല, ഉപകരണങ്ങളുമല്ല, ധനവ്യയവുമല്ല. ആത്മാർത്ഥമായ പ്രാർത്ഥനയിലൂടെ ഭഗവാന്റെ സഹായം ചോദിക്കുക എന്നതായിരുന്നു അത്. ഇത് രവി പറയുന്നതാണ്. സ്ഥിതി എത്രമാത്രം ഗുരുതരമാണെന്നോർത്തു ഞാനത് പെട്ടെന്ന് തന്നെ ചെയ്യാൻ തീരുമാനിച്ചു. ഞാൻ ഇടനാഴിയിൽ നിന്നുകൊണ്ട് തന്നെ മാനസികമായി നമ്മുടെ ഭഗവാൻ സായിയെ സഹായത്തിനായി വിളിച്ചു. ആ പ്രാർത്ഥനയുടെ ഫലം എനിക്ക് ഏറ്റവും വലിയ ആശ്വാസം നൽകി. എൻ്റെ അസ്വസ്ഥമായ മനസ്സ് ശാന്തമായി. ഞാൻ സ്വയം ഉയർന്നതായി എനിക്ക് തോന്നി. കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വീണ്ടും കടന്നപ്പോൾ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. രോഗിയുടെ അവസ്ഥ കാണിക്കുന്ന മോണിറ്ററിലേക്ക് ഞാൻ ഉത്കണ്ഠയോടെ നോക്കി. ഹാർട്ട് ലങ് യന്ത്രം സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടിരിക്കുന്നു. മുറിയിലുള്ള ഓരോരുത്തരും വളരെ ആശ്വാസത്തിലാണെന്ന് തോന്നി. രോഗിയുടെ രക്തസമ്മർദ്ദം നല്ല നിലയിൽ ഉയർന്നിരുന്നു. ഇത് സ്ഥിരമായി തുടരുകയും ചെയ്തിരുന്നു. ഞാൻ സ്ക്രീനിലേക്ക് ഒരു നോട്ടം നോക്കിയപ്പോൾ ഹൃദയം നല്ല നിലക്ക് പമ്പ് ചെയ്യപ്പെടുന്നത് കണ്ടു. ഒരു സാധാരണ ചെയ്യാറുള്ള ജോലി പോലെയുള്ള ശാന്തമായ അവസ്ഥയായിരുന്നു ശസ്ത്രക്രിയ ചെയ്യുന്ന ഡോക്ടർമാർക്കുണ്ടായിരുന്നത്. ഈ ഒരു മാറ്റം എങ്ങനെ വന്നുവെന്ന് ഞാൻ ആ ടീം അംഗങ്ങളിൽ ഒരാളോട് ചോദിച്ചു. കാരണം ഇത് ഹൃദയം നിന്നു പോകേണ്ട ഒരു പരിസ്ഥിതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോഴാണ് ഇദ്ദേഹം താഴെ പോയിട്ട് ഭഗവാനോട് ആത്മാർത്ഥമായിട്ട് ഇദ്ദേഹത്തിന് രക്ഷപ്പെടുത്തണേ, ഈ കാര്യത്തിൽ ഭഗവാൻ ഇടപെടണേ എന്ന് പ്രാർത്ഥിച്ചത്. അപ്പൊ ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഇതെന്ന് ഇപ്പൊ അയാൾക്ക് മനസ്സിലായെങ്കിലും മറ്റുള്ളവരോട് ഇത് പറയുകയില്ല. ഈ ഒരു മാറ്റം എങ്ങനെ വന്നു എന്ന് ഞാൻ ടീം അംഗങ്ങളിൽ ഒരാളോട് ചോദിച്ചു. ഈ അവസ്ഥയിൽ കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പ് പൊടുന്നനെയാണ് മാറ്റം വന്നത്. ഹൃദയം പെട്ടെന്ന് തന്നെ പ്രവർത്തിക്കാൻ തുടങ്ങി. അത്ഭുതകരമായ ഈ രോഗശമനം കരുണാമയനായ ഭഗവാന്റെ കൃപ കൊണ്ടാണെന്ന് ഞാൻ ആരോടും പറഞ്ഞില്ലെങ്കിലും സംശയരഹിതമായും എനിക്ക് ആ കാര്യം ബോധ്യപ്പെട്ടിരുന്നു. സഹായ ലബ്ധിക്ക് വേണ്ടി വിളിക്കാൻ കാത്തുനിന്ന ഭഗവാന്റെ കരുണയെപ്പറ്റി ഞാൻ വിസ്മയം കണ്ടു. ഈ ആഖ്യാനത്തിലെ ഏറ്റവും പ്രധാനമായ പ്രവൃത്തി അവസാനത്തേതാണ്. തുടർന്ന് വന്ന ഞായറാഴ്ച മന്ദിരത്തിന്റെ പോർട്ടിക്കോവിൽ ഞാൻ ദർശനത്തിരിക്കുമ്പോൾ ഭഗവാൻ എൻ്റെ അരികിലേക്ക് വന്നു. എനിക്ക് വിഭൂതി സൃഷ്ടിച്ചു കൊള്ളുന്നു. എന്നിട്ട് സസ്നേഹം ഇങ്ങനെ പറഞ്ഞു, ആ രോഗിക്ക് വേണ്ടി നീ ചെയ്ത പ്രാർത്ഥനക്ക് വേണ്ടിയാണിത്. അതായത് ഭഗവാനോട് ആ ഹാർട്ട് ക്രിട്ടിക്കലായിട്ട് തുടരുന്ന രോഗിക്ക് വേണ്ടി രവി പ്രാർത്ഥിച്ചിരുന്നു. ആ പ്രാർത്ഥനക്ക് വേണ്ടി നിനക്ക് തരുന്നതാണെന്ന് പറഞ്ഞിട്ടാണ് ഭഗവാൻ വിഭൂതി സൃഷ്ടിച്ചു കൊടുത്തത്. ഞാൻ അന്തം വിട്ടുപോയി. സ്വാമി പ്രാർത്ഥന സ്വീകരിച്ച് ഒരു ജീവൻ രക്ഷിക്കുക മാത്രമല്ല ചെയ്തത്, ഒരു മനുഷ്യ സഹോദരനെ സഹായിക്കാൻ വേണ്ടി അവിടത്തെ വിളിക്കുക എന്നതിലപ്പുറം ഒന്നും ചെയ്യാത്ത ഇളയ ഒരു മനുഷ്യനെ നിറയെ അനുഗ്രഹിക്കുകയും ചെയ്തിരുന്നു. നമുക്ക് സ്വാമി ഈ കാര്യം എന്താ കാട്ടിത്തരുന്നത് വെച്ചാൽ, നമുക്ക് ഒരാൾക്ക് രോഗം വന്ന് വലയുമ്പോൾ അല്ലെങ്കിൽ വളരെ കഷ്ടപ്പാടിൽ അയാൾ ജീവിക്കുമ്പോൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് വളരെ ഉന്നതമായ പ്രാർത്ഥന എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് അനുഭവങ്ങളിലൂടെ
നമ്മൾ സ്വാമിയുടെ ഈ കാര്യം വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ വലയത്തിൽപ്പെട്ട അല്ലെങ്കിൽ നമ്മളുടെ അറിവിൽപ്പെട്ട ഏതെങ്കിലും സഹോദരങ്ങൾക്ക് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള അസുഖം ഉണ്ടാകുമ്പോൾ ഭഗവാനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ഭഗവാനിലെത്തും, അയാൾക്ക് അതിൻ്റെ ഫലം കിട്ടുകയും ചെയ്യും. 2000 ഏപ്രിൽ മാസം 5-ന് ബാബയുടെ ദിവ്യ സാന്നിധ്യത്തിൽ വെച്ച് വൃന്ദാവനത്തിൽ ആയിരക്കണക്കിന് ഭക്തന്മാർ ആനന്ദോല്ലാസങ്ങളോടെ ചാന്ദ്രവർഷത്തിലെ പുതുവർഷ ദിനം യുഗാദി ആഘോഷിക്കുകയുണ്ടായി. തലേ ദിവസം രമേശ് ഹാളും പരിസരവും അലങ്കരിക്കുവാൻ നൂറുകണക്കിന് വളണ്ടിയർമാർ കഠിനമായി അധ്വാനിച്ചു. ആ മംഗളദിനത്തിൽ പ്രസാദമായി വിതരണം ചെയ്യാൻ വേണ്ടി രുചികരമായ ഭക്ഷണവും അവർ തയ്യാറാക്കി. വളണ്ടിയർമാരുടെ ആവേശത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഞാൻ അവരുടെ കൂടെ പ്രവർത്തിച്ചു. അത് മിക്കവാറും ഉറക്കമില്ലാത്ത ഒരു രാത്രിയായിരുന്നു എനിക്ക്. യുഗാദി ദിവസം രാവിലെ ഭഗവാന്റെ അനുഗ്രഹങ്ങൾ തേടിക്കൊണ്ടും ആഘോഷത്തെ പറ്റിയുള്ള നിർദ്ദേശങ്ങൾ ആരാഞ്ഞുകൊണ്ടും അവിടത്തെ ഞാൻ കണ്ടപ്പോൾ അവിടെ എന്നോട് പറഞ്ഞു, ഞാൻ സംസാരിക്കുന്നതിന് മുമ്പ് സ്റ്റേജിൽ നീയും കൂടി കുറച്ച് മിനിറ്റുകൾ നൃത്തം ചെയ്യും. അവിടുത്തെ പ്രഭാഷണത്തിന് മുൻപ് ഞാൻ സംസാരിക്കേണ്ടതുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. അവിടുന്ന് തുടർന്ന് നിനക്ക് കന്നഡയിൽ സംസാരിക്കാം എന്ന് പറഞ്ഞു. ഞാൻ മന്ദിരത്തിലെ കോണിപ്പടികൾ ഇറങ്ങുമ്പോൾ എൻ്റെ പുറം ഭാഗത്തിന് താഴെ ഇടയ്ക്കിടെ ശല്യപ്പെടുത്തുന്ന ഒരു വേദന ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്നു. ഉറക്കമില്ലാത്ത രാത്രിയിലെ ക്ഷീണം കൊണ്ടായിരിക്കുമെന്ന് കരുതി ഞാനത് അവഗണിച്ചു. എന്നാൽ വേദനയാകട്ടെ വർദ്ധിച്ചു വരികയായിരുന്നു. ഇത് നരസിംഹമൂർത്തിയാണ് പറയുന്നത്. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ സ്വാമിയെ സ്റ്റേജിലേക്ക് അനുഗമിക്കുമ്പോൾ നടക്കുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ട് എനിക്ക് അനുഭവിക്കേണ്ടി വന്നു. ഹാൾ ഭക്തന്മാരെ കൊണ്ട് നിറഞ്ഞൊഴുകുകയായിരുന്നു. ആത്മാവിൽ നിന്ന് ഉതിരുന്ന ഭജനകൾ ആലപിക്കപ്പെടുന്നുണ്ടായിരുന്നു. ഭഗവാന്റെ പിറകെ ഞാൻ 20 മിനിറ്റ് ഇരുന്നു. അതിനുശേഷം അവിടുന്ന് ഭജന നിർത്താൻ വിദ്യാർത്ഥികൾക്ക് ആംഗ്യം കാണിച്ചു. വേദഘോഷണത്തിന് ശേഷം അവിടുന്ന് എന്നോട് സംസാരിക്കാൻ ആജ്ഞാപിച്ചപ്പോൾ നിൽക്കാൻ തന്നെ പ്രയാസമുള്ളതായി എനിക്ക് തോന്നി. കഠിന യത്നത്തോടെ ഞാൻ എന്നെ തന്നെ ഉയർത്തി പ്രസംഗപീഠത്തിലേക്ക് മുടന്തി നടന്നു. അക്ഷരാർത്ഥത്തിൽ ഞാൻ നൃത്തം ചെയ്യുകയായിരുന്നു. എൻ്റെ ചെറുപ്രഭാഷണത്തിന് ശേഷം ജനക്കൂട്ടത്തെ സംബോധന ചെയ്യാൻ ഭഗവാൻ എഴുന്നേറ്റു. ഞാൻ അവിടുത്തെ പ്രഭാഷണം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തി. ഉദ്ദീപകമായ ഒന്നായിരുന്നു അവിടുത്തെ പ്രഭാഷണം. പ്രഭാഷണത്തിനൊടുവിൽ ആലപിച്ച ഭജനകൾ ശ്രോതാക്കളെ ഹർഷോന്മത്തരാക്കി. പ്രഭാഷണ പരിഭാഷ പൂർത്തിയാക്കി കഴിഞ്ഞ ഉടനെ ഞാൻ എൻ്റെ ശ്രദ്ധാകേന്ദ്രം പൊടുന്നനെ എൻ്റെ പിൻഭാഗത്തേക്ക് മാറിയപ്പോൾ പിറകുവശത്തിന് താഴെ മിടിക്കുന്ന ഒരു തോന്നലാണ് ഉണ്ടായിരുന്നത്. നടക്കാൻ തന്നെ കഴിയില്ലെന്ന് എനിക്ക് ബോധ്യമായി. ഭഗവാനെ മന്ദിരത്തിലേക്ക് പിന്തുടരാൻ ഞാൻ എൻ്റെ അവസാന സഹനമാകുന്ന സംഭരണശേഷിയും ഉപയോഗപ്പെടുത്തി. ഞാൻ അടുത്തുള്ള ഹോസ്റ്റലിലെ എൻ്റെ മുറിയിലേക്ക് മടങ്ങിച്ചെന്നു കിടക്കയിലേക്ക് കുഴഞ്ഞു വീണു. എന്നെ ഉറക്കം കീഴ്പ്പെടുത്തി. ഞാൻ ഉണർന്നപ്പോൾ ഉച്ചയ്ക്ക് ശേഷം 2 മണിയായിരിക്കുന്നു. ഞാൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോൾ പിറകുവശത്ത് കടുത്തതും കുത്തുന്നതുമായ വേദന എനിക്ക് അനുഭവപ്പെട്ടു. സഹായം ലഭിക്കാതെ എഴുന്നേൽക്കാനോ നടക്കാനോ കഴിയില്ലെന്ന് എനിക്ക് ബോധ്യമായി. ആ സമയത്ത് ഞങ്ങളുടെ വിദ്യാർത്ഥികളിൽ ഒരാളായ സുധീന്ദ്രൻ എൻ്റെ മുറിയിലേക്ക് ഓടി വന്നു. മന്ദിരത്തിലേക്ക് ഭഗവാൻ എന്നെ വിളിക്കുന്നു എന്ന് അവൻ പറഞ്ഞു. ഭഗവാൻ എന്നെ വിളിച്ചപ്പോൾ അവിടുത്തെ കാണാൻ എനിക്ക് പോകാൻ പറ്റാത്ത ജീവിതത്തിലെ ആദ്യത്തെയും ഒടുവിലത്തെയും സമയമായിരുന്നു അത്. എനിക്ക് വളരെ ദുഃഖം തോന്നി. എൻ്റെ കഷ്ടസ്ഥിതി സുധീന്ദ്രന് ഞാൻ വിവരിച്ചു കൊടുത്തു. ബാബയോട് മാപ്പ് തേടാനും ഞാൻ അവനോട് പ്രാർത്ഥിച്ചു. എനിക്ക് വിഭൂതി പ്രസാദത്തിന് വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കാനും ഞാൻ അവനോട് അഭ്യർത്ഥിച്ചു. മന്ദിരത്തിലേക്ക് മടങ്ങിപ്പോകുന്നതിന് മുമ്പ് എന്നെ ശുശ്രൂഷിക്കാൻ വേണ്ടി 2 ആൺകുട്ടികളെ അവൻ ഒരുക്കി നിർത്തി. 1 മണിക്കൂറിനുള്ളിൽ
നമ്മുടെ ജനറൽ ആസ്പത്രിയിൽ നിന്ന് ഡോക്ടർ ബീരബാഹു എന്നെ പരിശോധിക്കുകയും ചെയ്തു. ഒരു 14 ദിവസമെങ്കിലും പരിപൂർണ ശയ്യാവിശ്രമം എടുക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. കൂടാതെ ചില രോഗശമന നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. അദ്ദേഹം ഇതിൻ്റെ അർത്ഥം ചുരുങ്ങിയത് 2 ആഴ്ചയെങ്കിലും എനിക്ക് ഭഗവത് ദർശനം നഷ്ടപ്പെടുമെന്നാണ്. ഇതെന്നെ നിരാശപ്പെടുത്തി. ഡോക്ടർ പുറത്തേക്ക് കടന്ന ഉടനെ സായി രമേശ് ഹാളിൽ ഭജന ആലപിക്കുന്നത് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു. മന്ദിരത്തിൽ നിന്ന് ഹാളിലേക്ക് സ്വാമി നടന്നു വരുന്നത് ഞാൻ ഭാവനയിൽ കണ്ടു. കിടന്നിരുന്ന് നോക്കാൻ കഴിയില്ലല്ലോ. ഞാൻ ഭാവനയിൽ കണ്ടു. കുറച്ചു നേരം കഴിഞ്ഞ് പ്രസിദ്ധ കലാകാരിയായ പി സുശീലയുടെ ഭക്തിഗാനങ്ങളും എൻ്റെ ചെവിയിലെത്തി. അഗാധമായ ഒരു വിഷണ്ണതാബോധം എന്നെ ബാധിച്ചു. സ്വാമി മന്ദിരത്തിലേക്ക് മടങ്ങിപ്പോയ ഉടനെ എൻ്റെ മുറിയിലേക്ക് ഒരു സന്ദർശന പ്രവാഹം തന്നെ ഉണ്ടായി. ഭഗവാന്റെ ദൂതനായി ഓരോ ആവശ്യത്തിനും അങ്ങുമിങ്ങും ഓടി നടക്കാൻ എനിക്ക് അതിവേഗം സുഖപ്പെടട്ടെ എന്ന് ഓരോരുത്തരും ആശംസിച്ചു. പക്ഷെ ഞാൻ പൂർണ്ണമായും സമനില തെറ്റിയ പോലെ ആയത് മുതിർന്നവരിൽ ഒരാൾ ഇത്തരമൊരു രോഗം ബാധിച്ച് താൻ 3 മാസം കിടക്കേണ്ടി വന്നു എന്ന് പറഞ്ഞപ്പോഴാണ്. എൻ്റെ പ്രാർത്ഥന സ്വാമിക്ക് എത്തിച്ച സുധീന്ദ്രൻ മടങ്ങി വന്നു. സ്വാമി ഒരു പ്രസാദവും തന്നില്ലെന്ന് പറഞ്ഞു. എൻ്റെ ദുഃഖം പരിപൂർണമായി. എൻ്റെ മുറിയിലെ ജനലിലൂടെ കാണാവുന്ന മന്ദിരത്തിലെ ഭഗവാന്റെ മുറിയിലേക്ക് നോക്കി ഒരു ദിവസം പോലും അവിടുത്തെ ദർശനം മുടക്കരുതെന്ന് ഞാൻ സ്വാമിയോട് പ്രാർത്ഥിച്ചു. പിറ്റേന്ന് രാവിലെ ഭജന കഴിഞ്ഞ ശേഷം സുധീന്ദ്രൻ എൻ്റെ മുറിയിലേക്ക് വന്നു. പക്ഷെ അപ്പോഴും സ്വാമി പ്രസാദമൊന്നും കൊടുത്തയച്ചിരുന്നില്ല. പരിപൂർണ നിരാശയോടെ ഞാൻ എൻ്റെ കിടക്കയിൽ കടന്ന് മയക്കത്തിലേക്ക് വഴുതി വീണു. ഏകദേശം 10 മണിയായി കാണണം. ഹോസ്റ്റൽ കെട്ടിടത്തിൻ്റെ 4 നിലകളുള്ള വരാന്തകളിലൂടെ കുട്ടികൾ കാലടി വെച്ചോടുന്ന ശബ്ദം കേട്ട് ഞാൻ ഉണർന്നു. അധ്യാപകരിൽ ഒരാൾ എൻ്റെ മുറിയിലേക്ക് ഓടി വന്ന് ഇപ്രകാരം വാ തുറന്നു. സർ, സ്വാമി ഹോസ്റ്റലിലേക്ക് വരുന്നു. അങ്ങയെ കാണാനായിരിക്കണം വരുന്നത്. എൻ്റെ തീവ്രമായ വേദന പെട്ടെന്ന് ആനന്ദമൂർച്ചയായി മാറി. ഒരു കുറഞ്ഞ യത്നത്തോടെ ഞാൻ കിടക്കയിൽ നിന്നും എഴുന്നേറ്റ് ഷർട്ട് ധരിച്ചു. മുറിയുടെ പ്രവേശന കവാടത്തിലേക്ക് ഞാൻ മുടന്തി നടന്നു. സ്വാമി വാതിക്കൽ ആദ്യമേ എത്തിയിരുന്നു. ചെറിയൊരു അത്ഭുതത്തോടെ അവിടെ നിന്ന് എന്നെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് എന്നോട് ചോദിച്ചു, നീ സ്വന്തമായി എഴുന്നേറ്റ് നിൽക്കുന്നത് എങ്ങനെ? നിനക്ക് കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ വയ്യെന്നാണല്ലോ ഞാൻ കേട്ടത്. അവിടുത്തെ ആഗമന വാർത്ത തന്നെ തൻ്റെ രോഗം മിക്കവാറും ഭേദമാക്കിയിരിക്കുന്നുവെന്ന് അപ്പോൾ മാത്രമാണ് ഞാൻ മനസ്സിലാക്കിയത്. അവിടുത്തെ ഈ അപ്രധാന ഭക്തനോടുള്ള കരുണയിൽ ഞാൻ മുങ്ങിപ്പോകുന്നു. ഞാൻ സ്വമേധയാ തെലുങ്കിൽ ഇങ്ങനെ പറഞ്ഞുപോയി, എന്തുക്കു ഇന്ത ശ്രമ തീസിക്കൊന്നാരും ഇവിടെ വരാൻ അവിടുന്ന് ഇത്രയധികം എന്തിനു ബുദ്ധിമുട്ടി? അനന്തമായ കരുണയും പ്രേമവും പ്രകാശിക്കുന്ന മുഖഭാവത്തോടെ അവിടുന്ന് പറഞ്ഞു, ഇത് ശ്രമ കാതു ബംഗാരു, പ്രേമ. ഇതൊരു ബുദ്ധിമുട്ടല്ല പ്രിയപ്പെട്ടവനെ, ഇത് പ്രേമമാണ്. നിനക്കെൻ്റെ അരികിലേക്ക് വരാൻ കഴിയാതിരുന്നതിനാൽ ഞാൻ നിന്റെ അരികിലേക്ക് വന്നു. നന്ദി കൊണ്ട് എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവിടുന്ന് മൃദുവായി എൻ്റെ കൈകൾ പിടിച്ച് എന്നെ എൻ്റെ കട്ടിലിനടുത്തേക്ക് നയിച്ചു. അവിടുന്ന് എതിരിലുള്ള ഒരു കസേലയിലിരുന്നു എന്നെ ഇരിക്കുവാൻ സഹായിച്ചു. എന്നിട്ട് അവിടെ എന്നോട് ചോദിച്ചു, എവിടെയാ വേദന? ഞാൻ എൻ്റെ പിൻവശത്തെ താഴ്ഭാഗത്ത് സ്പർശിച്ചുകൊണ്ട് വേദനയുടെ ഭാഗം അവിടത്തേക്ക് കാണിച്ചു കൊടുത്തു. അവിടുന്ന് എഴുന്നേറ്റ് അവിടുത്തെ കൈകൊണ്ട് വിഭൂതി സൃഷ്ടിച്ച് മൃദുവായും ആശ്വാസത്തോടെയും തടവിക്കൊണ്ട് അവിടെ ധരിപ്പിച്ചു തന്നു. എൻ്റെ ശരീരത്തിൻ്റെ ഓരോ കോശവും ആനന്ദകരമായ ഒരു സ്പന്ദനത്തിലായി തീർന്നു. എൻ്റെ നയനങ്ങളിലൂടെ കണ്ണുനീർ പ്രവഹിക്കുന്നുണ്ടായിരുന്നു. അവിടുത്തെ പാദങ്ങൾ സ്പർശിക്കുവാൻ വേണ്ടി ഞാൻ കുനിയാൻ ശ്രമിച്ചു. എൻ്റെ കൈകൾ മുറുകെ പിടിച്ചുകൊണ്ട് ആ ഉദ്യമത്തിൽ നിന്ന് അവിടെ എന്നെ പിന്തിരിപ്പിച്ചു. അവിടെ നിന്ന് പറഞ്ഞ്, കുനിയരുത്, അത് നിന്റെ പുറകു ഭാഗത്തിന് നല്ലതല്ല. അപ്പോൾ അവിടുന്ന് പൂർണ്ണമായും
അപ്രതീക്ഷിതമായ ഒന്ന് ചെയ്തു. കട്ടിലിനടുത്തേക്ക് കസേര വലിച്ചടുപ്പിച്ച് അതിലിരുന്നു കൊണ്ട് അവിടുത്തെ ഇരുപാദങ്ങളും കട്ടിലിൽ വെച്ചു. അതായത് ഇദ്ദേഹത്തിന് കുനിയാൻ കഴിയാത്തതുകൊണ്ട് ഭഗവാൻ കസേര കട്ടിലിനടുത്ത് വെച്ചിട്ട് കട്ടിലുമേൽ കാല് വെച്ചു കൊടുത്തു ഇദ്ദേഹത്തിന് നമസ്കരിക്കാൻ വേണ്ടി. അവിടുത്തെ ദയാ വായ്പിന് അതിരില്ലേ എന്നെൻ്റെ ഹൃദയം വിലപിക്കവേ ഞാൻ കുനിയാതെ തന്നെ അവിടുത്തെ പാദങ്ങൾ സ്പർശിച്ചു. ആ ദിവ്യമായ കാരുണ്യ നിർജ്ജരിക്ക് ഭാഗ്യവാന്മാരായ സാക്ഷികളായി ഞങ്ങളുടെ വിദ്യാർത്ഥികളിലായ ഒരാളായ സായി കൃഷ്ണകുമാറും ഒരു ഹോസ്റ്റൽ ജോലിക്കാരായ ഗംഗാധറും അവിടെ ഉണ്ടായിരുന്നു. ഈ രംഗം എൻ്റെ ഓർമ്മയിൽ ശാശ്വതമായി കൊത്തിവെക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഭാവി തലമുറകൾക്ക് വേണ്ടി ഇതൊരു ക്യാമറ കൊണ്ട് ചിത്രീകരിക്കപ്പെട്ടില്ലല്ലോ എന്ന ദുഃഖം എനിക്കുണ്ട്. കസേരയിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് സായി എന്നോട് ഇപ്രകാരം പറഞ്ഞു: വിഷമിക്കേണ്ട, ഇന്ന് വൈകുന്നേരമാകുമ്പോഴേക്കും നിനക്ക് സുഖമാകും. നാളെ രാവിലെ നിനക്ക് മന്ദിരത്തിലേക്ക് വരാം. ത്യാഗരാജ ഭാഗവതർ രചിച്ച ഒരു മഹത്തായ രചന എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. നിരുദ്ധകണ്ഠനായി ഞാനത് പ്രകാശിപ്പിച്ചു. നാനു പാലിംബ നാഥ ശിവച്ചിനതോ നാ പ്രാണനാഥ, എൻ്റെ പ്രാണനാഥ, എന്നിൽ കരുണ ചൊരിയാൻ വേണ്ടി അവിടുന്ന് ഈ വഴിയൊക്കെ നടന്നു വന്നു. അവിടുത്തെ മുഖത്ത് മനോഹരമായ ഒരു പുഞ്ചിരി വിടർന്നു. സ്വാമി നർമ്മോക്തിയോടെ ചുരുക്കി പറഞ്ഞു: അല്ല, ഞാൻ നടന്നല്ല വന്നത്, വിമാനത്തിലാണ് വന്നത്. അത് പറഞ്ഞുകൊണ്ട് അവിടുന്ന് മുറിയുടെ പുറത്ത് കിടന്നു. താഴത്തെ നിലയിലേക്ക് 1-ാം നിലയിൽ നിന്ന് കോണിപ്പടിയിലൂടെ ഇറങ്ങവേ ഞാൻ മുകളിൽ നിന്ന് അവിടുത്തെ വീക്ഷിക്കാൻ ശ്രമിക്കുകയായിരുന്നു. നന്ദിയോടെയുള്ള കണ്ണുനീർ എൻ്റെ കാഴ്ച മങ്ങലേൽപ്പിച്ചതിൽ എനിക്കതിന് സാധിച്ചില്ല. ഞാൻ അവിടുത്തെ തേനോലുന്ന ശബ്ദം കേട്ടു. അവിടുന്ന് മുതിർന്ന ഒരു ഭക്തനോട് സംസാരിക്കുകയായിരുന്നു. നരസിംഹമൂർത്തിക്ക് സുഖമായിരിക്കുന്നു, നാളെ അദ്ദേഹം ദർശനത്തിന് വരും. എൻ്റെ രക്ഷിതാവും ഉപകാരിയുമായവനോട് നന്ദി പ്രകടിപ്പിക്കാൻ വേണ്ടി പിറ്റേന്ന് രാവിലെ ഞാൻ മന്ദിരത്തിലേക്ക് നടന്നു. അവിടുന്ന് എൻ്റെ പ്രാർത്ഥനകൾ കേട്ടിരുന്നു. എനിക്കൊരു ദിവസം പോലും അവിടുത്തെ ദർശനം മുടങ്ങിയിട്ടില്ല. ലോകത്തെ രക്ഷിക്കാൻ വരുന്ന ആൾ ലോകത്തിൻ്റെ വേദന പങ്കുവെക്കും എന്ന് അരവിന്ദോ പ്രഖ്യാപിച്ചു. കഠിന ദുരിതങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ചിലപ്പോൾ മരണത്തിൽ നിന്ന് പോലും രക്ഷപ്പെടുത്തുവാൻ ഭഗവാൻ സ്വയം അവയെല്ലാം ഏറ്റെടുത്ത സംഭവങ്ങൾ നാം കണ്ടിട്ടുണ്ട്. അവിടുത്തെ ആഴം കണ്ടെത്താനാകാത്ത കരുണയാണ് നാം ഇവിടെ കാണുന്നത്. അവിടുന്ന് വെളിപ്പെടുത്തുമ്പോൾ മാത്രമേ ഇത്തരം ഇടപെടലുകൾ ലോകം അറിയുന്നുള്ളൂ. അവിടുത്തെ പ്രാണന് തുല്യമായി അവിടുന്ന് സ്നേഹിക്കുന്ന അവിടുത്തെ വിദ്യാർത്ഥികൾ ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള അവിടുത്തെ ഇടപെടൽ, അവിടുത്തെ കരുണയുടെ വെളിപ്പെടുത്തലിനുള്ള ഒരു ഉദാഹരണം ഇവിടെ ചേർക്കുന്നു. നമുക്ക് സമയം ഏതാണ്ടായിപ്പോയില്ലേ? അതും കൂടി വേണമെങ്കിൽ വായിക്കാം. അവിടെ നിന്ന് മടിയോടെ ഇക്കാര്യം എന്നോട് വെളിപ്പെടുത്തിയത് മടിയോടെയാണ്. ഇതിനെപ്പറ്റി വിദ്യാർത്ഥികളോട് പറയാനുള്ള അനുമതി ഞാൻ ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു: വേണ്ട, ഇതാരോടും പറയണ്ട. പക്ഷെ ഞാൻ അഭ്യർത്ഥിച്ചു, അവിടത്തേക്ക് ഇതത്ര പ്രധാനപ്പെട്ടതൊന്നുമല്ലായിരിക്കാം, പക്ഷേ ഇതറിയുക എന്നത് വിദ്യാർത്ഥികൾക്കും ഭക്തന്മാർക്കും ഏറ്റവും അധികം പ്രാധാന്യമുള്ളതാണ്. അത് അവരെ വീണ്ടെടുത്തേക്കാം. അവിടുന്ന് ദയാപുരസരം എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കുകയും 2 ദിവസത്തിന് ശേഷം വലിയൊരു സദസ്സിൻ്റെ മുമ്പാവെ ഇതിനെപ്പറ്റി പറയുവാൻ സമ്മതിക്കുകയും ചെയ്തു. ഈ സംഭവം വിവരിക്കുമ്പോൾ ഞാൻ വളരെയധികം വികാരാധീനനാവുകയും വാക്കുകൾക്ക് വേണ്ടി പ്രയാസപ്പെടുകയും ചെയ്തു. പക്ഷേ കാരുണ്യമൂർത്തിയായ ഭഗവാൻ എന്നെ ഇതിൽ നിന്നും രക്ഷിച്ചു. അതായത് അവിടുന്ന് തന്നെ വിശദമായി ശ്രോതാക്കളെ ഇത് പറഞ്ഞു കേൾപ്പിച്ചു. വാർഷിക സ്പോർട്സിൻ്റെയും സാംസ്കാരിക പരിപാടികളെയും ഉദ്ഘാടന ദിവസം ജനുവരി 11-ാം തീയതി, അതായത് 2000 രാവിലെ ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ടാകുമായിരുന്ന കഠിനമായ ഒരു അപകടം അവിടുന്ന് തന്നെ ഏറ്റെടുത്ത സംഭവമാണിത്. ഉദ്ഘാടന അവസരത്തിൽ പ്രകടനം നടന്നുകൊണ്ടിരിക്കെ അവിടുന്ന് തന്നെ തേരിൽ ഏതാണ്ട് വീണു പോവുകയുണ്ടായി. വിദ്യാർത്ഥിയെ ഗുരുതരമായ വീഴ്ചയിൽ നിന്ന് അങ്ങനെ അവിടുന്ന് രക്ഷപ്പെടുത്തി. ദൈവികമായ ഈ കാരുണ്യ പ്രവർത്തനത്തെ പറ്റി 14-ാം തീയതിയിലെ
സമാപന പ്രഭാഷണത്തിൽ അവിടുന്ന് ലോകത്തിന് മുൻപിൽ വെളിപ്പെടുത്തി. ഞാൻ സ്റ്റേഡിയത്തിൽ പ്രവേശിച്ചപ്പോൾ 2 ട്രക്കുകളെ ഞാൻ കാണുകയുണ്ടായി. തൊട്ടടുത്ത സമയം തന്നെ വരാനിരിക്കുന്ന അപകടത്തെപ്പറ്റി എനിക്ക് മനസ്സിലായി. വളരെ വലിയ ഫ്രെയിമുകൾ ട്രക്കിന്റെ മുകളിൽ വെച്ചിരിക്കുന്നു. അവിടെയാണ് ആൺകുട്ടികൾക്ക് ചില അഭ്യാസങ്ങൾ കാണിക്കാനുണ്ടായിരുന്നത്. അതിലൊരു ഫ്രെയിം ശരിയായ വിധത്തിൽ ബന്ധിച്ചിരുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി. അത് വീഴാൻ പാകത്തിൽ നിൽക്കുകയായിരുന്നു. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ആൺകുട്ടികളിൽ ഒരാൾക്ക് തലക്കും നട്ടലിനും കാര്യമായ പരിക്ക് പറ്റും. ആ കുട്ടിയെ രക്ഷിക്കണമെന്ന് ഞാൻ ഇച്ഛിച്ചു. അവനുണ്ടാകാൻ പോകുന്ന അപകടം ഞാൻ തന്നെ ഏറ്റെടുക്കുവാൻ ഞാൻ തീരുമാനിച്ചു. എൻ്റെ തലക്കും കൈക്കും മുറിവ് പറ്റി, നട്ടലിനും സാരമായ നാശം സംഭവിച്ചു. അടുത്തുണ്ടായിരുന്ന നിരവധി പേർ സ്റ്റാൻഡിൽ ഇരിക്കുകയായിരുന്നു. അവർ ഞാൻ വീഴുന്നതും പെട്ടെന്ന് എഴുന്നേൽക്കുന്നതും കാണുകയുണ്ട്. പക്ഷേ ഇത് നിമിഷങ്ങൾക്കുള്ളിൽ സംഭവിച്ചതായിരുന്നു. എനിക്കുണ്ടായ മുറിവുകൾ ആരും കാണാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചു. എന്തെങ്കിലും അസാധാരണമായി സംഭവിക്കാത്തതുപോലെ ഞാൻ പെരുമാറി. കുഴപ്പം പിടിച്ച ഒരവസ്ഥയിൽ ഞാൻ എത്തിച്ചേർന്നതായി എനിക്ക് മനസ്സിലായി. മുറിവുകൾ ആരും കാണാതെ സ്റ്റേജിലേക്ക് എനിക്ക് നടക്കേണ്ടതുണ്ടായിരുന്നു. ആരെങ്കിലും കണ്ടാൽ ആ വലിയ ജനക്കൂട്ടത്തിനിടയിൽ വലിയൊരു ഉത്കണ്ഠക്ക് അത് കാരണമാകും. ഞാൻ സ്റ്റേജിലേക്ക് നടന്നു ചെന്നു എൻ്റെ ഇരിപ്പിടത്തിൽ ഉപവിഷ്ടനായി. അതിനിടയ്ക്ക് എൻ്റെ ധോത്തി രക്തത്തിൽ കുളിച്ചിരുന്നു. എൻ്റെ ചുറ്റിലുമായി ഇരിക്കുന്ന ഭക്തരുടെ കണ്ണിൽ പെടാതിരിക്കാൻ ഞാൻ ഉത്കണ്ഠനായതിനാൽ ഞാൻ മെല്ലെ എഴുന്നേറ്റ് കുളിമുറിയിലേക്ക് പോയി. പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന രക്തം തുടച്ചു കളയാൻ കുളിമുറിയിൽ വെച്ചിരുന്ന തോർത്തുമുണ്ടുകൾ പര്യാപ്തമായില്ല. അത്രയധികം രക്തമാണ് പുറത്തേക്ക് പോയിക്കൊണ്ടത്. രക്തം പുരണ്ട തോർത്തുമുണ്ടുകൾ അവിടെ തന്നെ ഉപേക്ഷിക്കാനും എനിക്ക് മനസ്സ് വന്നില്ല. വേദന അസഹനീയമായിരുന്നെങ്കിലും ഞാൻ സോപ്പ് കൊണ്ട് ആ തോർത്തുമുണ്ടുകൾ കഴുകി അവയെ ഉണക്കാനിട്ടു. ഒരു പരിതസ്ഥിതിയിലും എൻ്റെ വേദനയോ ദുരിതമോ ഞാൻ ആരോടും വെളിപ്പെടുത്തിയില്ല. ഞാൻ കുളിമുറിയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ 2 വിദ്യാർത്ഥികൾ എന്നോട് സ്ഥാപനത്തിന്റെ പതാക ഉയർത്തണമെന്ന് ആവശ്യപ്പെട്ടു. ഞാൻ കയറിയ ഓരോ അടിയും എനിക്ക് ദുസ്സഹമായ വേദന തോന്നുന്നതായിരുന്നു. പക്ഷേ എനിക്കെൻ്റെ കടമ നിർവഹിക്കണമല്ലോ. ആ സംഭവത്തെപ്പറ്റി ഓർത്ത് ഞാൻ സ്വയം ചിരിക്കുന്നതായി എനിക്ക് തോന്നി. എൻ്റെ കാലടികൾ നിലത്തുറപ്പിച്ചു വെക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ. പക്ഷേ ശരീരത്തോടുള്ള സംഘബുദ്ധി കൊണ്ട് ഞാൻ മായയിൽ വീഴരുതെന്ന് ഞാൻ വിചാരിച്ചു. മുഖത്തൊരു പുഞ്ചിരിയുമായി ഞാൻ മുന്നോട്ട് നടന്നു ചെന്ന് പതാക ഉയർത്തി. ഞാൻ എൻ്റെ കസേരയിലേക്ക് ദീപം കൊളുത്തിയ ശേഷം മടങ്ങി വന്നപ്പോൾ ആശ്വാസത്തോടെ ഒരു നിലയിലും ഇരിക്കാൻ എനിക്കായില്ല. പക്ഷേ നിസ്സംഗതയുടെ ഒരു മാതൃകയായിരിക്കാൻ തന്നെ ഞാൻ വിചാരിച്ചു. കാരണം ഞാൻ ഭക്തന്മാരോട് ശരീരത്തോടുള്ള സംഘബുദ്ധി ഉപേക്ഷിക്കാൻ ആഹ്വാനം ചെയ്യാറുണ്ടല്ലോ. 5 നീണ്ട മണിക്കൂറുകൾ ഈ അവസ്ഥയിൽ തന്നെ ഞാൻ കഴിച്ചുകൂട്ടി. നമുക്ക് ഇവിടെ നിർത്താം. ഇനി 2-3 മിനിറ്റേ ഉള്ളൂ. അത് ഭഗവാൻ ഒരു വിദ്യാർത്ഥിയുടെ കായിക പ്രകടനത്തിൽ അപകടം പറ്റുമായിരുന്ന വിദ്യാർത്ഥിയെ രക്ഷപ്പെടുത്തിയ കാര്യം ഇത് സ്റ്റേഡിയത്തിൽ നിന്നാണ് ഈ സംഗതി ഉണ്ടായത്. 2000-ലായിരുന്നു. നമ്മളൊക്കെ അവിടെ ആ വേൾഡ് കോൺഫറൻസും കൂടി ഉണ്ടായിരുന്നു. അതിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ആ കാര്യങ്ങൾ പിന്നീട് നമുക്ക് വീണ്ടും സംസാരിക്കാം. ഈ വായിച്ചതെല്ലാം ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. തിരക്ക് കൊണ്ട് എന്തെങ്കിലും തെറ്റ് വായിച്ചു പോയെങ്കിൽ ക്ഷമിക്കണമെന്ന് ഭഗവാനോട് അപേക്ഷിച്ചുകൊണ്ട് സമസ്ത ലോകാ സുഖിനോ ഭവന്തു, സമസ്ത ലോകാ സുഖിനോ ഭവന്തു, സമസ്ത ലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. സായിരാം.